ഒരു ദിവസം രാത്രി 8 മണിക്ക് രാജ്യത്ത് അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നാട്ടുകാരെ ഞെട്ടിച്ച വളരെ രഹസ്യാത്മകമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് തന്നെയായിരുന്നോ നോട്ട് നിരോധനം? ഈ നിരോധനം നേരത്തെ അറിഞ്ഞവരുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? അവർക്ക് എന്ത് നേട്ടമാണുണ്ടായത്? നോട്ട് നിരോധനം വളരെ രഹസ്യമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്ത് അത് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത്. കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്നവരൊക്കെ കുടുങ്ങുമെന്ന് പലരും സന്തോഷിച്ചു. കള്ളപ്പണം മാറ്റാൻ കഴിയാതെ അത് പുഴയിലും കടലിലുമൊക്കെ എറിയുമെന്ന് വിചാരിച്ചവരുമുണ്ട്. എന്നാൽ നിരോധിച്ച നോട്ടുകളിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിയതോടെ കള്ളപ്പണം നോട്ടുകളായി ആളുകൾ സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ മോദിയുടെ നോട്ട് നിരോധനം എത്ര രഹസ്യാത്മകമായിരുന്നു എന്ന് ആദ്യം പരിശോധിക്കാം. ഗുജറാത്തിലെ ഒരു പ്രാദേശിക ഗുജറാത്തി പത്രമാണ് അഖില. 2016 ഏപ്രിൽ 1 ആ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ചള്ളാമാധി 500,000 നോട്ട് നാബൂദ് കർവ നിർണയ് എന്നാണ് തലക്കെട്ട്. ഇതിൻ്റെ അർത്ഥം 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ സർക്കുലേഷനിൽ നിന്ന് പിൻവലിക്കുന്നു എന്നാണ്. മോദി നോട്ട് നിരോധിക്കുന്നതിന് 7 മാസം മുമ്പ് തന്നെ ഗുജറാത്തിലെ ഒരു സായാഹ്ന പത്രം നോട്ട് നിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചു. നോട്ട് നിരോധനം കഴിഞ്ഞ് പല മാധ്യമങ്ങളും ഈ അത്ഭുത പ്രവചന വാർത്ത കണ്ടെത്തി. മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഒരു ഗുജറാത്തി സായാഹ്ന പത്രം പണ്ടേ അറിഞ്ഞതാണെന്ന് വരുന്നത് മോദിക്ക് നാണക്കേടാണല്ലോ. ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ചതായതിനാൽ അത് ഏപ്രിൽ ഫൂൾ വാർത്തയായിരുന്നു എന്നായിരുന്നു അവരുടെ വിശദീകരണം. എന്നാലും തങ്ങളുടെ ഏപ്രിൽ ഫൂൾ വാർത്ത മോദിജി എങ്ങനെ കൃത്യമായി നടപ്പാക്കിയെന്ന് ആ പത്രത്തിൻ്റെ എഡിറ്റർ കീരിത് ഗണ്ഡാര അത്ഭുതപ്പെടുകയും ചെയ്തു. നോട്ട് നിരോധനത്തിന് 1 മാസം മുമ്പ്, അതായത് 2016 ഒക്ടോബർ 12 തെലുഗുദേശം നേതാവ് ചന്ദ്രബാബു നായിഡു 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് അഴിമതി പെരുകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇതാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കത്തെഴുതുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.